കൂട്ടുകാരായ 6 പേർ അവരുടെ അവധി ആഘോഷിക്കുന്നതിനായി കടലിൻ്റെ നടുവിൽ ഒരു വലിയ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. ഒരു സമയം എത്തുമ്പോഴേക്കും അവർക്കെല്ലാവർക്കും കടലിൽ എടുത്തു ചാടാനുള്ള ആഗ്രഹം തോന്നുന്നു. അങ്ങനെ അവരെല്ലാവരും വെള്ളത്തിൽ ചാടിയ ശേഷമാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. തിരിച്ച് ബോട്ടിൽ കയറാനുള്ള ആ ഒരു കയർ അവർ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ടില്ല. മണിക്കൂറുകൾ അവർ കടലിൻ്റെ നടുവിൽ ആ വെള്ളത്തിൽ കിടക്കുകയാണ്. അവരെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ വരുന്നില്ല. കൂട്ടുകാരായ ഈ 6 പേരുടെ രക്ഷപ്പെടലും അവരുടെ സർവൈവലും നിറഞ്ഞ മൂവിയാണ് 2005 പുറത്തിറങ്ങിയ അമേരിക്കൻ ത്രില്ലർ മൂവിയായിട്ടുള്ള ഓപ്പൺ വാട്ടർ 2 എഡ്രിഫ്റ്റ്. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കൂട്ടുകാരായിട്ടുള്ള 4 പേർ അവരുടെ വെക്കേഷൻ ആഘോഷിക്കുന്നതാണ്. അതിൽ ആമി എന്ന പെൺകുട്ടിയും അവളുടെ ബോയ് ഫ്രണ്ട് ഡാനും ലോറൻ എന്ന പെൺകുട്ടിയും അവളുടെ ബോയ് ഫ്രണ്ട് ചാക്കുമാണ് ഉള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഇവർ 4 പേരും ഒരു വലിയ മലയുടെ മുകളിൽ അഡ്വഞ്ചറസ് ആയിട്ട് ഒരു യാത്ര നടത്തിയ ചില ക്യാമറ ഫൂട്ടേജസ് ആണ് നമ്മൾ കാണുന്നത്. ആമിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാൻ അവൻ്റെ ക്യാമറ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള സാധനങ്ങളും വസ്തുക്കളും ആ പ്രദേശം മൊത്തം ഷൂട്ട് ചെയ്യുകയാണ്. അവൻ്റെ ക്യാമറ ഉപയോഗിച്ച് അവൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാണ് അവൻ്റെ കാൽ വഴുതി ആ മലയുടെ ചെരുവിൽ നിന്ന് അവൻ താഴേക്ക് വീണത്. അവൻ താഴേക്ക് വീണത് വലിയ ഉയരത്തിൽ നിന്ന് അല്ലാത്തതുകൊണ്ട് അവന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. കാലിനും ദേഹത്തും ചെറിയ ചെറിയ പരിക്കുകൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അവൻ വീണത് കണ്ട് അവൻ്റെ കൂട്ടുകാർക്ക് നല്ല രീതിയിൽ ഭയം വന്നിട്ടുണ്ട്. അവന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൻ്റെ കൂട്ടുകാർക്ക് ആശ്വാസമായത്. അങ്ങനെ ഈ കഥയുടെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പഴയ വീഡിയോ ഫൂട്ടേജാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ 5 വർഷങ്ങൾ കടന്നുപോയി. ഏമി ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് ജെയിംസിൻ്റെ കൂടെയാണ്. പണ്ട് ഡാനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ റിലേഷൻ അത്ര ഉറപ്പല്ലാത്തതുകൊണ്ട് അവർ വേർപിരിയുകയായിരുന്നു. ഇപ്പോൾ ജെയിംസിനും ആമയ്ക്കും 1 വയസ്സുള്ള ഒരു മകളുണ്ട്, സാറ. ജെയിംസും ആമയും അവളുടെ മകൾ സാറയെ കൂട്ടിക്കൊണ്ട് മെക്സിക്കോ എന്ന നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. മെക്സിക്കോ സിറ്റിയിലേക്ക് അവർ യാത്ര ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. അവരുടെ കൂട്ടുകാരനായിട്ടുള്ള സാക് അവൻ്റെ 30ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആമയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാനിൻ്റെ ഒരു പ്രൈവറ്റ് യാട്ട് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബോട്ടിലാണ് അവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അവർ യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ സാക്കും ലോറനും മറ്റൊരു ബൈക്കിൽ അവരുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ആമിയും ജെയിംസും സാക്കും ലോറനും അവർ 4 പേരും ഡാനിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു യാട്ട് ക്ലബിലേക്ക് എത്തുകയാണ്. ആ ഒരു വലിയ യാട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു പണക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യാട്ട് ക്ലബ്ബാണ്. വലിയ വലിയ പ്രൈവറ്റ് യാട്ടും പ്രൈവറ്റ് ബോട്ടുകളുമെല്ലാം തിരയോടെ അടുപ്പിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ അവർ 4 പേരും ഡാനിൻ്റെ പ്രൈവറ്റ് യാട്ടിൻ്റെ തൊട്ടടുത്തെത്തുകയാണ്. അവർ 4 പേരിൽ ബോട്ട് കയറുന്നതിന് തൊട്ട് മുൻപ് ആമി മാത്രമാണ് ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു പാർട്ടി ആ ഒരു പ്രൈവറ്റ് ബോട്ടിൽ വെച്ചിരിക്കുന്നത് ആമിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു യാട്ടിന് ആ ഒരു ബോട്ടിന് തൊട്ടടുത്തെത്തുമ്പോൾ ആമിക്ക് വളരെ ഭയമാണ്. ആമിക്ക് ഈ ഒരു ബോട്ടിന് അടുത്തേക്ക് പോകുന്നതും വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് വരുന്നതും വളരെ പേടിയായിട്ടുള്ളൊരു കാര്യമാണ്. ആമിയുടെ ഈ ഒരു പേടിക്കും ഒരു കാരണമുണ്ട്. പണ്ട് ഇങ്ങനൊരു യാത്രയിൽ തന്നെയായിരുന്നു ആമിയുടെ അച്ഛൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതും. അന്ന് തൊട്ട് ആമിക്ക് തുടങ്ങിയതാണ് വെള്ളത്തിനോടും യാട്ടിനോടും ഈ ഒരു ബോട്ടിനോടുമുള്ള വലിയൊരു പേടി. ഈ ഒരു പേടിയെ ഹൈഡ്രോഫോബിയ എന്നാണ് വിളിക്കുന്നത്. അവർ 4 പേരിൽ ബാക്കിയുള്ള 3 പേരും ഒരു പലക വഴി ആ ഒരു യാട്ടിലേക്ക് നടന്നു കയറുകയാണ്. പക്ഷേ ആമിക്ക് മാത്രം അതിന് സാധിക്കുന്നില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും വെള്ളത്തിനോടും ആ ഒരു ബോട്ടിനോടുമുള്ള പേടിയാണ്. പക്ഷേ ജെയിംസിൻ്റെ സഹായത്തോടെ ആമി പതിയെ ആ പലകയിലൂടെ നടന്ന് ആ ഒരു പ്രൈവറ്റ് ബോട്ടിലേക്ക് കയറുകയാണ്. കയറിയ ഉടനെ തന്നെ അവർ ഡാനിനെ ആ യാട്ടിൽ നിന്ന് തപ്പുകയാണ്. അങ്ങനെ ഡാനിനെ തിരഞ്ഞപ്പോഴാണ് ആ ഒരു ബോട്ടിലുള്ള ഒരു പ്രൈവറ്റ് റൂമിൽ ഡാനും അവൻ്റെ ഗേൾ ഫ്രണ്ടും കിടക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. ഡാനിൻ്റെ ആ ഒരു പുതിയ ഗേൾ ഫ്രണ്ടിൻ്റെ പേരാണ് മിഷേൽ. തൻ്റെ കൂട്ടുകാരെ കണ്ട ഉടനെ തന്നെ ഡാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. കുറേ നാളുകൂടിയാണ് ഇവരെല്ലാം അവർ കാണുന്നത്. അങ്ങനെ ഇവരെ കണ്ടതിൻ്റെ സന്തോഷവും ഇവർ തമ്മിൽ പ്രകടിപ്പിക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ ആ ബോട്ടിൻ്റെ വലിയ പായ് ഉയർത്തിയിട്ട് അവർ അവരുടെ യാത്ര തുടരുകയാണ്. യാത്രക്കിടയിൽ ഇവർ തമ്മിൽ കുശലം പറയുകയും ഓരോരുത്തരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുകയാണ്. അതിനിടയിലാണ് സാക്കും ലോറനും ഡാനിനോട് ഒരു കാര്യം ചോദിച്ചത്. ഇത്രയും വലിയൊരു പ്രൈവറ്റ് യാട്ട് വാങ്ങാനുള്ള കാശ് അവൻ എവിടെ നിന്നാണ് ഇത്രയും പെട്ടെന്ന് കിട്ടിയത്? അവരുടെ ആ ചോദ്യത്തിന് മുൻപിൽ ഡാനിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ അവന് താല്പര്യമില്ലായിരുന്നു. അവൻ ഓരോരോ കാര്യങ്ങൾ പറയും മറ്റ് കാര്യങ്ങളിലേക്ക് പിന്തിരിപ്പിച്ചും ആ ഒരു സംസാര വിഷയം അവൻ അവിടെ നിന്ന് മാറ്റുകയാണ്. ആമിയും ജെയിംസും അവരുടെ കുഞ്ഞ് സാറേനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ കുഞ്ഞ് സാറേനെ അവർ ഒരു ബെഡ്റൂമിൽ കിടത്തുകയാണ്. അതിനുശേഷം കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു വോക്കി ടോക്കി വെക്കുന്നു. അഥവാ ഇനി കുട്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ അവർ അറിയാൻ വേണ്ടിയാണ് ആ ഒരു വോക്കി ടോക്കി കുട്ടിക്ക് തൊട്ടരികിൽ അവർ വെച്ചത്. അങ്ങനെ യാത്ര ചെയ്ത് അവരുടെ ആ പ്രൈവറ്റ് ബോട്ട് കടലിന് ഏകദേശം തൊട്ട് നടുവിലെത്തിയിരിക്കുകയാണ്. അന്നേ ദിവസം സാക്കിൻ്റെ ബർത്ത്ഡേ ആണല്ലോ.
അങ്ങനെ അവരുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടി അവർ അവിടെ ആരംഭിക്കുകയാണ്. അവരെല്ലാവരും പരസ്പരം ഡാൻസ് കളിച്ചും പരസ്പരം മദ്യപിച്ചും അവർ ആ പാർട്ടി അങ്ങനെ സന്തോഷകരമായിട്ട് ഉല്ലസിക്കുകയാണ്. അങ്ങനെ പാർട്ടിയും ഡാൻസും എല്ലാം കഴിഞ്ഞ് അവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന അവരോടെല്ലാം മിഷേൽ ഒരു കാര്യം പറയുകയാണ്. നമുക്കെല്ലാവർക്കും വെള്ളത്തിലേക്ക് ചാടി വെള്ളത്തിലിറങ്ങി നീന്താമെന്നാണ് അവൾ പറഞ്ഞത്. അതൊന്ന് കേൾക്കേണ്ട താമസം അവരെല്ലാവരും നേരെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. വെള്ളത്തിലിറങ്ങി നീന്തി അവരെല്ലാവരും ആ പാർട്ടി അങ്ങനെ ആഘോഷമാക്കുന്നു. ബാക്കിയുള്ള 4 പേരും വെള്ളത്തിലിറങ്ങി ചാടിയെങ്കിലും എയ്മിയും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാനും വെള്ളത്തിൽ ചാടിയില്ല. അവർ 2 പേരും എയ്മിയുടെ കുഞ്ഞായിട്ടുള്ള സാറ ഉണർന്നെഴുന്നേറ്റോ എന്ന് നോക്കാനായിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ മുറിയിൽ അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡാൻ അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആമയോട് ഒരു കാര്യം പറഞ്ഞത്. പണ്ട് ആമയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിൽ ഇപ്പോൾ അവന് സങ്കടമുണ്ട്. ആമയെപ്പോലെ തന്നെ തനിക്കും ഇതുപോലെ കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഡാൻ ആമയോട് പറയുകയാണ്. പണ്ടുണ്ടായിരുന്ന അവരുടെ ആ ഒരു റിലേഷൻ ഒന്നുകൂടി തുടരാമെന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഡാൻ ആമയോട് പറയുകയായിരുന്നു. പക്ഷേ തൻ്റെ ഹസ്ബൻഡ് ജെയിംസിൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്നത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കോൺവെർസേഷനിൽ നിന്ന് ആമി പരമാവധി മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും ആ മുറിയിൽ നിന്നിറങ്ങി ബോട്ടിൻ്റെ വെളിയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇതേ സമയം ആ ബോട്ടിന് വെളിയിൽ വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. സാക്ക് വെള്ളത്തിനടിയിലേക്ക് നീന്തിപ്പോയി അടിയിൽ നിന്ന് ഒരു സീഷീൽ എടുത്തുകൊണ്ട് വന്ന് അത് ലോറന് ഗിഫ്റ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ മിഷേൽ ജെയിംസുമായിട്ട് പരമാവധി ഫ്ലിർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജെയിംസ് അതിനൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല. ഇതേ സമയത്താണ് എയ്മിയും ഡാനും ആ ബോട്ടിൻ്റെ ഡെക്കിലേക്ക് നടന്നു വന്നത്. എയ്മി അവൾക്കുള്ള ഹൈഡ്രോഫോബിയ എന്ന അസുഖത്തെപ്പറ്റി ഡാനിനോട് പറയുകയാണ്. വെള്ളത്തിൽ ഇറങ്ങാനുള്ള തൻ്റെ പേടിയും ബോട്ടിൽ കയറി യാത്ര ചെയ്യാനുള്ള പേടിയെക്കുറിച്ചെല്ലാം എയ്മി ഡാനിനോട് വിവരിച്ചു പറയുകയാണ്. അതുമാത്രമല്ല അവളുടെ മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് തനിക്കുള്ള ഈ ഒരു രോഗം തൻ്റെ മകൾ സാറയിലേക്ക് പകരുമോ എന്നതാണ്. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ഡാൻ ഒന്നും നോക്കാതെ പെട്ടെന്ന് തന്നെയാണ് എയ്മി എടുത്തുപൊക്കി ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. വെള്ളത്തിലിറങ്ങാനുള്ള എയ്മിയുടെ ആ ഒരു പേടി മാറട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഡാൻ അങ്ങനെ ചെയ്തത്. തന്നെ വെള്ളത്തിലേക്ക് എടുത്തെറിയില്ല എന്ന് കരഞ്ഞുകൊണ്ട് എയ്മി പറയുന്നുണ്ടെങ്കിലും ആ ഒരു തമാശയുടെ പുറത്ത് ഡാൻ എയ്മി എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി. വെള്ളത്തിൽ വീണ ഉടനെ തന്നെ എയ്മി പെട്ടെന്ന് തന്നെ പാനിക്കാവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പണ്ടുണ്ടായ ആ ഒരു അപകടത്തിൽ തൻ്റെ അച്ഛൻ മരിച്ച ആ ഒരു സംഭവവും എയ്മി മുൻപിൽ കാണുകയാണ്. അന്ന് അവളുടെ കൺമുൻപിൽ വെച്ചായിരുന്നു അവളുടെ അച്ഛൻ മുങ്ങി താണത്. പതിയെ പതിയെ അവളുടെ ബോധം പോകുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ബഹളം വെച്ച് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവളങ്ങനെ എഴുന്നേറ്റെങ്കിലും അവൾ ആ ഒരു വീഴ്ചയിലുണ്ടായിരുന്ന ഞെട്ടലിലായിരുന്നു. അടുത്തുണ്ടായിരുന്നവരുടെ ആ ഒരു ഒച്ചയൊക്കെ അകലെ നിന്ന് വരുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് വെള്ളത്തിൽ കിടന്ന അവരെല്ലാവരും ബോട്ടിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വെള്ളത്തിലേക്ക് ചാടുന്നതിന് തൊട്ട് മുൻപ് ഡാൻ ആ ഒരു കയർ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൽ നിന്ന് കയറാനുള്ള ആ ഒരു ഏണി താഴേക്കിട്ടിട്ടില്ല എന്ന്. ആ ഒരു കയർ അല്ലെങ്കിൽ ആ ഒരു ഏണിയുടെ സഹായത്തോടെ മാത്രമേ വെള്ളത്തിൽ നിന്ന് അവർക്ക് ബോട്ടിലേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു കയറാണ് ഡാൻ ചാടുന്നതിന് മുൻപ് ഇടാൻ മറന്നുപോയത്. ഇപ്പോൾ ആ ഒരു ബോട്ടിലുള്ളത് ആമയുടെ മകളായിട്ടുള്ള സാറ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും അന്തമില്ലാതെ ആ ഒരു കടലിൽ കടക്കുകയാണ്. വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഏമിയെ കൈയോട് ചേർത്ത് പിടിക്കുകയാണ് ജെയിംസ്. അതിൻ്റെ കൂടെ തന്നെ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു പാട്ടും പാടുന്നുണ്ട്. ബാക്കിയുണ്ടായിരുന്ന 4 പേരും ബോട്ടിലേക്ക് തിരിച്ചു കയറാനായിട്ട് എല്ലാ വിധത്തിലും എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. വെള്ളത്തിൽ കാലിട്ടടിച്ച് ബോട്ടിൽ വലിയ കയറാനായിട്ട് അവർ ശ്രമിക്കുന്നു. ബോട്ടിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ അള്ളിപ്പിടിച്ചും കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു ബലവുമില്ലായിരുന്നു. അതിന് പ്രധാന കാരണം ആ ബോട്ടിൻ്റെ സൈഡ് അത്രയും പൊക്കമുള്ളതാണ്. അവർക്ക് ആ വെള്ളത്തിൻ്റെ ഉയരത്തിൽ നിന്ന് ചാടി കയറാൻ സാധിക്കത്തില്ല. വെള്ളത്തിൽ കുറേ നേരം നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് മിഷേൽ എന്ന ആ പെണ്ണിനും ഉള്ളിലൊരു ഭയം വരാൻ തുടങ്ങിയത്. വെള്ളത്തിൽ കുറേ നേരം കടന്നതുകൊണ്ട് അവർ ക്ഷീണിച്ച് തണുത്ത് വരച്ചിരിക്കുകയാണ്. വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു ഡോൾഫിൻ്റെ ഒരു ബലൂണിൽ പിടിച്ചു കിടക്കുകയാണ് മിഷേൽ. മിഷേൽ പേടിയോടെയാണ് ആ ഒരു ബലൂണിൽ കെട്ടിപ്പിടിച്ച് കിടന്നത്. ബോട്ടിലേക്ക് തിരികെ കയറാനായിട്ട് അത്തെ ചവിട്ടി കയറുന്നതിന് വേണ്ടി ആ ഒരു ബലൂൺ മിഷേലിൻ്റെ കയ്യിൽ നിന്ന് ഡാൻ ചോദിച്ചു വാങ്ങുകയാണ്. അങ്ങനെ ആ ഒരു ഡോൾഫിൻ്റെ ബലൂൺ ഉപയോഗിച്ച് അതിന് മുകളിൽ ചവിട്ടി കയറാൻ അവർ ശ്രമിച്ചപ്പോൾ ആ ഒരു ഡോൾഫിൻ്റെ ബലൂൺ വഴുക്കിലുള്ളത് കൊണ്ട് അതിൽ തന്നെ അവർ താഴെ വീഴുകയാണ്. പ്രാക്ടിക്കലി അത്തെ പിടിച്ചും അവർക്ക് കയറാൻ സാധിക്കത്തില്ല. അതുമാത്രമല്ല ഡാൻ ചവിട്ടി കയറിയത് കൊണ്ട് ആ ഒരു ബലൂണും പൊട്ടിപ്പോയി. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയപ്പോഴാണ് അവർ ബോട്ടിൻ്റെ മുൻപിൽ ഒരു വലിയ ഫ്ലാഗ് തൂക്കിയിട്ടിരുന്നു. ആ ഒരു ഫ്ലാഗിൽ ചാടി പിടിച്ച് എങ്ങനെയെങ്കിലും പിടിച്ച് കയറാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് ഡാൻ. ആ ഒരു ഫ്ലാഗിൽ ചാടി കയറി പിടിക്കാൻ ഡാൻ പരമാവധി ശ്രമിക്കുകയാണ്. അങ്ങനെ 2 തവണ അവൻ എടുത്തിയാടി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് പറ്റിയില്ല. അങ്ങനെ 3ാമത്തെ തവണയും എടുത്തിയാടി പിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ്റെ ഭാഗ്യത്തിന് ആ ഒരു ഫ്ലാഗിൻ്റെ അറ്റം അവൻ്റെ കയ്യിലിരുന്നത്.
പക്ഷേ ആ ഒരു ഫ്ലാഗ് അൺസ്റ്റേബിൾ ആയതുകൊണ്ടും അത്രയും ഉയരത്തിലായതുകൊണ്ടും അവരുടെ ആ ഒരു പിടി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. വെള്ളത്തിൽ കിടക്കുന്ന ഏമിക്ക് അവളുടെ ബോധം തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് സമയത്തേക്ക് അവൾ ശ്വാസമൊക്കെ വിട്ട് ശാന്തമായിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുകയാണ്. ഇവിടെ ഏമിക്ക് അവളുടെ ബോധവും അവളുടെ കോൺഷ്യസും തിരിച്ചു കിട്ടിയപ്പോൾ മിഷേൽ എന്ന ആ പെൺകുട്ടി വളരെ ഭയത്തോടെ വളരെ പേടിയോടെ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അവൾ കിടക്കുന്ന ആ വെള്ളത്തിൻ്റെ തൊട്ടടിയിൽ സ്രാവുകൾ നീന്തുന്നുണ്ടെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. അവൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഡാനും ആ വെള്ളത്തിനടിയിലേക്ക് പോയി നീന്തി പരിശോധിക്കുകയാണ്. പക്ഷേ അവിടെയെങ്ങും ഒരു സ്രാവോ ഒരു മീനോ നീന്തുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. പക്ഷേ കുറച്ചു നേരം ചിന്തിച്ചപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം ബോധ്യമായത്. ഇനിയും കുറേ നേരം നമ്മൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇരപിടിയനായിട്ടുള്ള സ്രാവുകളും വലിയ മത്സ്യങ്ങളും നമ്മുടെ അരികിലേക്ക് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ കണ്ടെടുക്കണമെന്ന് അവർ ഒരുമിച്ച് പറയുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഡാനിനെ പഴിക്കാൻ തുടങ്ങി. കാരണം ഇതെല്ലാം നടക്കാൻ കാരണം ഡാനാണ്. ഡാനിൻ്റെ അശ്രദ്ധ മൂലം അവനെ കയറ് വെള്ളത്തിലിടാത്തത് മൂലമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ അവനെ പഴിക്കുകയാണ്. ഡാനിനും കാര്യം മനസ്സിലായി. തൻ്റെ ഒരു അശ്രദ്ധ മൂലമാണ് ഇവർക്കിതെല്ലാം സംഭവിച്ചത്. അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള വഴിയും ഡാൻ ചിന്തിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു വഴിയും അവൻ്റെ മുൻപിലില്ല. ആമി കരഞ്ഞുകൊണ്ടാണ് ഡാനിനോട് പറയുന്നത്, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് ബോട്ടിൽ കയറണം. എൻ്റെ മകൾ സാറ ബോട്ടിനുള്ളിൽ തനിച്ചാണ്. അതുകൊണ്ട് തിരിച്ച് ബോട്ടിൽ കയറാനുള്ള പോംവഴി അത് ഡാൻ തന്നെ കണ്ടുപിടിക്കണമെന്ന് ഏമിയും അവനോട് പറയുകയാണ്. ഇതേസമയം മിഷേലിന് അവളുടെ സകലമാന കൺട്രോളും പോയിരിക്കുകയാണ്. ബോധമില്ലാത്ത ഒരാളെ പോലെയാണ് മിഷേൽ ഇപ്പോൾ സംസാരിക്കുന്നതും. മിഷേൽ അവളുടെ ആ ഒരു പേടിയിലും ആ ഒരു പരിഭ്രാന്തിയിലും ഏമി ധരിച്ചിരിക്കുന്ന അവളുടെ ആ ഒരു ലൈഫ് ജാക്കറ്റ് എടുക്കാനായിട്ട് ഏമിയുടെ അടുത്തേക്ക് നീന്തി ചെല്ലുകയാണ്. ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നത് ഏമി മാത്രമാണ്. അതിനുശേഷം മിഷേൽ ഏമിയുടെ അടുത്ത് നിന്ന് ആ ഒരു ലൈഫ് ജാക്കറ്റ് പിടിച്ചു വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. മിഷേലിൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ട ബാക്കിയുള്ളവരെല്ലാം മിഷേലിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് മിഷേൽ പൊട്ടിക്കരയുകയാണ്. അവൾക്ക് ഈ വെള്ളത്തിൽ ഇത്രയും നേരം കടന്നത് മൂലമുള്ള അതിയായ ഭയമാണ് അതിന് കാരണം. ഇതേ സമയം തന്നെ ലോറൻ മിഷേലിനെ അവളുടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് അവളെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു നട്ടുച്ചയ്ക്ക് അത്രയേറെ വെളിച്ചവും വെയിലും അടിക്കുന്ന ആ ഒരു സമയത്ത് അവർ ആ ചൂട് വെള്ളത്തിൽ കിടക്കുകയാണ്. കുറേയേറെ മണിക്കൂറുകൾ അവർ ആ വെള്ളത്തിൽ തന്നെ കിടക്കും. ചൂട് വെള്ളത്ത് കൈയിടിച്ച് ആ ഒരു വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് അവർ വളരെയേറെ ക്ഷീണിതരാവുകയാണ്. ശരീരത്തിലുണ്ടായിരുന്ന ശക്തിയും ധൈര്യവും എല്ലാം ക്ഷയിച്ചു പോയിരിക്കുകയാണ്. അങ്ങനെ ചില സമയങ്ങൾ കഴിയപ്പോഴാണ് ആ ബോട്ടിനുള്ളിൽ നിന്ന് ഒരു ഫോൺ റിങ് ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ച് കേട്ടത്. ആ ഒരു ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് ഡാനിൻ്റെ ജാക്കറ്റിൽ നിന്നായിരുന്നു അവർ കേട്ടത്. ഡാനിൻ്റെ ജാക്കറ്റ് ആണെങ്കിൽ ബോട്ടിൻ്റെ തുമ്പത്ത് തൂങ്ങിക്കിടക്കുന്നു. ഡാൻ ഉടൻ തന്നെ ബോട്ടിൻ്റെ സൈഡിലേക്ക് ചെന്ന് ആ തൂങ്ങിക്കിടന്ന ജാക്കറ്റ് പിടിച്ചു വലിച്ച് താഴേക്ക് ഇടുകയാണ്. താഴെ വീണ ആ ഒരു ജാക്കറ്റിൽ നിന്ന് സാക്ക് അവൻ്റെ ആ ഫോൺ എടുത്ത് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ആ ഒരു ജാക്കറ്റ് വെള്ളത്തിൽ വീണത് മൂലം ആ ഒരു ഫോൺ നനഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ ആ ഫോൺ ഓഫായിപ്പോയി. പരിഭ്രാന്തിയിലും വിഷമിച്ചു വരുന്ന മിഷേൽ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സാക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടി വാങ്ങുകയാണ്. അങ്ങനെ പിടിച്ചു വാങ്ങുന്നതിനിടയിൽ ആ ഫോൺ വെള്ളത്തിൽ വീണ് താഴേക്ക് പോവുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ആരെങ്കിലും വിളിക്കാൻ പറ്റുമെന്ന അവരുടെ ആ ഒരു പ്രതീക്ഷയും മങ്ങിപ്പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഡാൻ മറ്റൊരു ഐഡിയ അവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞത്. അവൻ്റെ ഐഡിയ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദേഹത്തുള്ള അവരുടെ കയ്യിലുള്ള വസ്ത്രങ്ങളെല്ലാം ഒരുമിച്ച് കെട്ടി ഒരു കയറ് പോലെ നമുക്കാക്കാം. അതെന്നിട്ട് ബോട്ടിന് മുകളിലേക്ക് വലിച്ചെറിയാം. ഡാൻ പറഞ്ഞ ഈ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് കുറച്ച് അകലെയായിട്ട് ഒരു ബോട്ട് സ്പീഡിൽ പോകുന്നത് അവർ ശ്രദ്ധിച്ചത്. ആ ബോട്ടിലുള്ള ആൾക്കാർക്ക് സിഗ്നൽ കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് അവർ കൈകളെല്ലാം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കൈകൾ വീശി അവരെ വിളിക്കാൻ ശ്രമിച്ചപ്പോഴും അകലെ നിന്ന് ആ ഒരു യാത്രക്കാർ തിരികെ കൈ വീശി കാണിക്കുകയായിരുന്നു. അവർ രക്ഷിക്കാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് ആ ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് മനസ്സിലായില്ല. അങ്ങനെ അവർ കൈവീശി കാണിച്ചതിന് റെസ്പോൺസായിട്ട് ആ യാത്രക്കാരും തിരിച്ച് കൈവീശി കാണിക്കുകയാണ്. അങ്ങനെ ആ ബോട്ടും അവരെ മറികടന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഡാൻ പറഞ്ഞ ആ ഒരു പ്ലാനുമായിട്ട് മുൻപോട്ട് പോകാൻ അവർ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന തുണികളെല്ലാം അവർ ഒരുമിച്ച് കെട്ടാൻ ശ്രമിക്കുകയാണ്. ഡാനിൻ്റെ ജാക്കറ്റിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് തുണികളെല്ലാം വലിച്ചു കയറി ആ തുണികളെല്ലാം തമ്മിൽ കുരുക്കി കെട്ടുകയാണ്. അങ്ങനെ തമ്മിൽ കെട്ടിയ ആ തുണികൾ ഉപയോഗിച്ച് അവർ ഒരു കയർ പോലെയാക്കി. പക്ഷേ ജെയിംസിന് ഇപ്പോഴും ഒരു സംശയമുണ്ട്. ബോട്ടിൻ്റെ അടിഭാഗത്തുകൂടെ ബോട്ടിനുള്ളിലേക്ക് കയറാൻ ഏതെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നായിരുന്നു അവൻ ചോദിച്ചത്. പക്ഷേ അതിനെക്കുറിച്ചും ഡാനിന് കാര്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് പരിശോധിച്ച് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ജെയിംസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് നീന്തി പോവുകയാണ്.
ഇതേസമയം ബാക്കിയുണ്ടായിരുന്ന 5 പേരും അവർ തുണികൾ ഉപയോഗിച്ചുണ്ടാക്കിയ ആ ഒരു കയറെടുത്ത് ബോട്ടിന് മുകളിലേക്ക് എടുത്ത് എറിയുകയാണ്. ബോട്ടിന് മുകളിൽ എവിടേക്കോ അത് കുരുങ്ങി നിന്നു. അങ്ങനെ ആ ഒരു കയർ ഉപയോഗിച്ച് സാക്ക് വലിഞ്ഞു കയറാൻ നോക്കിയപ്പോഴാണ് അവർ ഉണ്ടാക്കിയ ആ ഒരു തുണി കൊണ്ടുള്ള കയറിന് അധികം ബലമില്ലായിരുന്നു. അത് പെട്ടെന്ന് തന്നെ കീറിപ്പോകുകയും അത് പൊട്ടി താഴെ വീഴുകയും ചെയ്യുകയാണ്. ബോട്ടിന് അടിയിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിയാനായിട്ട് നീന്തിപ്പോയ ജെയിംസിന് അവിടെയും ഒരു പരാജയമായിരുന്നു ഉണ്ടായത്. അവൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ യാതൊരു വിധത്തിലുള്ള ഓപ്പണിങ്ങോ ഒരു മാർഗമോ ഇല്ല. അതിൻ്റെ കൂടെ തന്നെ അവൻ നീന്തിപ്പോയതിൻ്റെ വഴി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകപ്പാടെയുള്ള ആ ഒരു കത്തിയും താഴേക്ക് പോവുകയാണ്. താഴേക്ക് പോയ ആ ഒരു കത്തി എടുക്കുന്നതിനായിട്ട് ജെയിംസ് താഴേക്ക് നീന്തി പോവുകയാണ്. അങ്ങനെ മുങ്ങിത്താണ ആ ഒരു കത്തിയും എടുത്തുകൊണ്ട് അവൻ പൊങ്ങി വന്നപ്പോഴാണ് ബോട്ടിൻ്റെ അടിഭാഗത്തേക്ക് അവൻ്റെ തലയിടിച്ചത്. തലേന്ന് തട്ടിയെങ്കിലും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് ജെയിംസ് മുകളിലേക്ക് അവരുടെ അടുത്തേക്ക് നീന്തി വരികയാണ്. ജെയിംസിനെ കണ്ടപാടെ ലോറൻ അവനെ ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ തലയുടെ സൈഡിൽ ചെവിയുടെ ഭാഗത്തായിട്ട് കുറച്ച് ചോര വരുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൻ്റെ തലയിൽ നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കണമെന്ന് ലോറൻ പറയുകയാണ്. അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന പരമാവധി പ്രയോഗങ്ങൾ അവർ നടത്തി. ഒരു രീതിയിലും അവർക്ക് ആ ബോട്ടിനുള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. ഇനി അവസാനമായിട്ട് കുറച്ച് അപകടമേറിയ ഒരു പ്രയോഗം തന്നെ സാക്ക് നടത്താൻ തീരുമാനിച്ചു. സാക്ക് ജെയിംസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വാങ്ങിയിട്ട് ആ കത്തി ബോട്ടിൻ്റെ സൈഡിലേക്ക് കുത്തി അത് പിടിച്ചു കയറാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. പക്ഷേ സാക്ക് ഈ ബോട്ടിൻ്റെ സൈഡിൽ കൂടെ കുത്തി വലിഞ്ഞു കയറുന്നത് കണ്ടപ്പോൾ ഡാനിന് അത് സഹിച്ചില്ല. കാരണം ഡാൻ കാശ് കൊടുത്ത് മുടക്കിയ ഒരു പ്രൈവറ്റ് ബോട്ടാണത്. അതുകൊണ്ട് ഡാൻ ഉടനെ തന്നെ സാക്കിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കത്തിയുടെ പേരിൽ അവിടെ വെച്ച് അടിയായി. പക്ഷേ അറിയാതെ സാക്കിൻ്റെ വയറിലേക്ക് ഡാൻ ആ കത്തി കൊണ്ട് കുത്തുകയാണ്. ഡാനിന് പറ്റിയ ആ ഒരു അബദ്ധത്തിൽ സാക്കിൻ്റെ വയറിൽ നിന്ന് കുറേയേറെ ചോര പോയി. ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ളത് 2 പേരാണ്, സാക്കും ജെയിംസും. ഈ സമയത്താണ് ബോട്ടിൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ ഒരു വോക്കി ടോക്കിയിൽ നിന്ന് സാറ എന്ന അവരുടെ കുഞ്ഞ് കരയുന്ന സൗണ്ട് ഏമി കേട്ടത്. ആ കുഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവളുടെ പേരൻസ് ആയിട്ടുള്ള ജെയിംസിനെയും ഏമിയെയും കണ്ടില്ല. അതുതന്നെയാണ് ആ കുഞ്ഞ് കരയാനുള്ള കാരണം. സാക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുണ്ട്. അവന് കുത്തേറ്റത് കൊണ്ട് കുറേയേറെ ചോര പോയി. ഒരു മെഡിക്കൽ സ്റ്റാഫോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ കിട്ടാത്തത് കൊണ്ട് സാക്ക് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. എങ്ങനെയും രക്ഷപ്പെടണമെന്ന വിചാരത്തോടു കൂടെ മിഷേൽ അവരുടെ അരികിൽ നിന്ന് നീന്തി പോകാൻ ശ്രമിച്ചു. നീന്തി ഏതെങ്കിലും ഒരു കരയ്ക്കടുത്തെത്താമെന്ന പ്രതീക്ഷയിലാണ് മിഷേൽ നീന്തിപ്പോയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ ക്ഷീണിതയായിട്ട് ആ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയാണ്. ഇത് അകലെ നിന്ന് കണ്ട ഡാൻ അവളെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിനടിയിലേക്ക് നീന്തിപ്പോയി. പക്ഷേ അവൻ വളരെ താമസിച്ചിരുന്നു. മിഷേൽ വെള്ളത്തിനടിയിലേക്ക് അങ്ങ് ദൂരെ താണു പോയിരുന്നു. സാക്ക് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ലോറിനോട് പണ്ടത്തെ കുറേയേറെ കാര്യങ്ങൾ തമാശകളും പറയുന്നുണ്ടായിരുന്നു. പണ്ട് 5 വർഷം മുമ്പ് ഡാൻ ക്യാമറ കൊണ്ടതുപോലെ ഈ തവണയും ക്യാമറ കൊണ്ടുവരികയായിരുന്നെങ്കിൽ കുറേയേറെ നല്ല നിമിഷങ്ങളുടെ ഫോട്ടോകൾ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് തന്നെ സാക്ക് ലോറിനോട് കുറേയേറെ തമാശകളും പറഞ്ഞു. അങ്ങനെ അവസാനം ലോറിൻ്റെ കയ്യിലിരുന്നതിനെയാണ് സാക്ക് മരണപ്പെട്ടത്. സാക്ക് മരണപ്പെട്ടു എന്ന സത്യം സങ്കടത്തോടെയാണ് ലോറൻ മനസ്സിലാക്കിയത്. മരണപ്പെട്ട സാക്കിൻ്റെ ശരീരവും കയ്യിൽ വെച്ചുകൊണ്ട് ലോറൻ പൊട്ടിക്കരയുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ജെയിംസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വളരെയേറെ ദേഷ്യമാണ് ഡാനിനോട് തോന്നിയത്. ഇവർക്ക് പറ്റിയ ഈ ഒരു അപകടത്തിന് പിന്നിൽ ഡാൻ തന്നെയാണ് എന്ന് ജെയിംസ് പിന്നീട് കടുപ്പിച്ച് പറഞ്ഞു. ഇങ്ങനൊരു അവസ്ഥയിൽ പോലും അവന് അവൻ്റെ ബോട്ട് മാത്രമാണ് വിലയുള്ളത്. അവൻ്റെ കൂട്ടുകാരുടെ ജീവനക്കാരും വലുത് അവൻ്റെ ബോട്ടാണ്. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ജെയിംസ് ഡാനിനെ കുറ്റപ്പെടുത്തി പറയുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ജെയിംസ് ഡാനിനെ തല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ആമി വന്നാണ് അവർ 2 പേരെയും തടഞ്ഞു മാറ്റിയത്. അതിൻ്റെ കൂടെ ജെയിംസിനെ അവളൊന്നും അറിയാതെ തള്ളിപ്പോകുന്നുണ്ട്. അതിനിടയിൽ ജെയിംസ് അവൻ്റെ ഭാര്യ ആമിയെയും കുറ്റപ്പെടുത്താൻ മറന്നില്ല. അവളുടെ എക്സ് ബോയ് ഫ്രണ്ടായിട്ടുള്ള ഡാനിനെയാണ് അവൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ജെയിംസ് അവളോട് പറഞ്ഞത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയപ്പോൾ ജെയിംസ് പെട്ടെന്ന് ഛർദ്ദിക്കുകയാണ്. അവൻ്റെ തലക്കേറ്റ ആ ഒരു വലിയ മുറിവിൽ നിന്ന് ഇപ്പോഴും ചോര വരുന്നുണ്ട്. ഈ സമയത്താണ് ഡാൻ അവനോടായിട്ടും ആമയോടായിട്ടും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. ഈ ഒരു പ്രൈവറ്റ് ബോട്ട് അതെൻ്റേതല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിസമ്പന്നനോ വലിയ കാശുകാരനോ ഒന്നുമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലെ ബോസിൻ്റെ ഒരു പ്രൈവറ്റ് ബോട്ടാണിത്. മിഷേലിനെ പോലെയുള്ള പെൺകുട്ടികളെ വളയ്ക്കുന്നതിന് വേണ്ടിയും ഇവിടെ നിങ്ങളെല്ലാം ഒത്തുകൂടുമ്പോൾ നിങ്ങളുടെ മുൻപിലൊന്ന് ഞാൻ ആളായി കാണിക്കാൻ വേണ്ടിയുമാണ് ഞാൻ ഈ പ്രൈവറ്റ് ബോട്ട് അയാളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിയത്. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഒന്നും നേടിയിട്ടില്ല എന്ന് എൻ്റെ കൂട്ടുകാർ ആരും തന്നെ പറയരുത് എന്ന വാശിയോടെയാണ് ഞാനിത് വാങ്ങിയത്. അതുകൊണ്ടാണ് സാക്ക് ആ ഒരു ബോട്ടിലേക്ക് കത്തിക്കൊണ്ട് കൊത്തിയപ്പോഴും ഞാൻ ദേഷ്യപ്പെട്ടത്. സാക്ക് മരണപ്പെട്ടു എന്ന കാര്യം ലോറൻ പറയായിരുന്നു ഡാൻ അറിഞ്ഞത്. അതുകൂടെ കേട്ടപ്പോൾ ഡാനിന് വളരെയേറെ വിഷമം തോന്നി. കാരണം മനഃപൂർവ്വം അല്ലാതെയാണെങ്കിലും അവൻ മരണപ്പെടാൻ കാരണം താൻ തന്നെയാണ്. സാക്ക് മരണപ്പെട്ടു എന്ന സത്യാവസ്ഥ മനസ്സിലാക്കാൻ ലോറിന് കുറച്ച് സമയമെടുത്തു.
സാക്കിൻ്റെ ബോഡി കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന ലോറനോട് അവൻ്റെ ബോഡി കയ്യിൽ നിന്ന് വിടാനായിട്ട് ആമി പറയുകയാണ്. സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കിയ ലോറൻ അവളുടെ കയ്യിലിരുന്ന സാക്കിൻ്റെ ബോഡി അവൾ വെള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെ കുറേയേറെ മണിക്കൂറുകൾ കടന്നുപോയി. അവരെല്ലാവരും ആ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എമിക്ക് മനസ്സിലായത് ജെയിംസിൻ്റെ കണ്ടീഷൻ വളരെ മോശമായെന്ന്. തലക്കേറ്റ ആ ഒരു അടി മൂലം അവൻ്റെ ബോധം പതിയെ പോവുകയാണ്. ലോറൻ ഏതായാലും എല്ലാ പ്രതീക്ഷകളും കയ്യിൽ നിന്ന് പോയി. അവളുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള സാക്ക് മരണപ്പെട്ടു. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് നീന്തി കയറുക എന്ന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോറൻ അവരെ വിട്ടിട്ട് ആ വലിയ കടൽ നീന്തി ഏതെങ്കിലും ഒരു കരയ്ക്കടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് അവരെ എല്ലാവരെയും അവിടെ വിട്ട് അവൾ നീന്തി പോവുകയാണ്. ഏതെങ്കിലും ഒരു കരയ്ക്കടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്ന് ലോറൻ അവർക്ക് ഉറപ്പ് നൽകിയിട്ടാണ് അവിടെ നിന്ന് നീന്തി മാറിയത്. അങ്ങനെ ലോറൻ പോകുന്നത് അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇതേ സമയത്താണ് വോക്കി ടോക്കിയിൽ നിന്ന് സാറ എന്ന കുഞ്ഞ് കരയുന്നത് എമി കേട്ടത്. കുഞ്ഞിനോട് കരയില്ലേ എന്ന് ഉറക്കെ കരഞ്ഞു പറയുകയാണ് എമി. ആ വോക്കി ടോക്കി വഴി ആ കുഞ്ഞ് കേൾക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞത്. അവൾ അങ്ങനെ ഉറക്കെ പറഞ്ഞെങ്കിലും ആ കുഞ്ഞ് കരച്ചിൽ നിർത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമി ഒരു കാര്യം ഓർത്തത്. ബോട്ടിൽ കുത്തി വലിഞ്ഞു കയറാൻ ഉപയോഗിച്ച ആ ഒരു കത്തി വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരണം. അതുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. വെള്ളത്തിനടിയിലേക്ക് താൻ പോകാമെന്ന് എമി പറഞ്ഞു. പക്ഷേ ഡാൻ അതിന് സമ്മതിച്ചില്ല. ഈ തവണ ഞാൻ തന്നെ വെള്ളത്തിനടിയിൽ പോയി അത് എടുത്തുകൊണ്ട് വരാം. ഡാൻ അങ്ങനെ ആ കത്തി തിരിച്ചെടുക്കുന്നതിനായിട്ട് വെള്ളത്തിനടിയിലേക്ക് നീന്തി പോവുകയാണ്. കുറേ സമയങ്ങൾ കഴിഞ്ഞുപോയി. അവിടെ ഇപ്പോൾ രാത്രിയാകാറായി. ചുറ്റുപാട് ഇരുട്ടാണ്. വെള്ളത്തിന് മുകളിൽ ഏമിയും അവളുടെ കയ്യിൽ ജെയിംസുമാണ് ഇപ്പോൾ ഉള്ളത്. ഏമിയുടെ കയ്യിൽ ജെയിംസ് ഇരിക്കുമ്പോൾ അവളോട് പലവട്ടമായിട്ട് ജെയിംസ് പറയുകയാണ് അവന് തലവേദനയാണെന്നും അവൻ വളരെ ക്ഷീണിതനാണെന്നും ഈ കാര്യങ്ങൾ തന്നെ പലവട്ടമായിട്ട് അവളോട് പറയുകയാണ്. പക്ഷേ ഏമിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു വലിയ മഴ പെയ്തത്. ആ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ ജെയിംസ് പതിയെ മരണപ്പെടുകയാണ്. ഏമിയുടെ കയ്യിലിരുന്ന് തന്നെയാണ് ജെയിംസ് മരണപ്പെട്ടത്. ജെയിംസ് മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഏമി പൊട്ടിക്കരയുകയാണ്. ഏമി കരയുന്ന ആ ഒരു കരച്ചിൽ താഴെ നിന്ന് നീന്തി കയറിയ ഡാനിന് വരെ കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ കത്തി കണ്ടുപിടിക്കണമെന്ന വാശിയിൽ ഡാൻ പിന്നീടും വെള്ളത്തിനടിയിലേക്ക് നീന്തി പോവുകയാണ്. അങ്ങനെ ഏറെക്കുറെ മഴയെല്ലാം നിന്നിട്ടുണ്ട്. അവർക്ക് ചുറ്റുപാടും ഇരുട്ടാണ്. ജെയിംസ് മരണപ്പെട്ടു എന്ന സത്യാവസ്ഥ ഏമി മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവളുടെ കയ്യിലിരുന്ന ജെയിംസിൻ്റെ ബോഡി അവൾ പതിയെ വെള്ളത്തിലേക്ക് വിടുകയാണ്. ജെയിംസിനെ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലേക്ക് ഒഴുക്കി വിടുമ്പോഴും ഏമി തൻ്റെ കുഞ്ഞിന് പാടിക്കൊടുക്കാറുള്ള ആ ഒരു താരാട്ടുപാട്ട് അത് ഒഴുകിപ്പോകുന്ന ജെയിംസിനെ നോക്കി അവൾ കരഞ്ഞുകൊണ്ട് പാടുകയാണ്. ഈ സമയത്താണ് വെള്ളത്തിൽ നിന്ന് ഡാൻ പൊങ്ങി വന്നത്. ഇത്രയും നേരം വെള്ളത്തിലായിരുന്നതുകൊണ്ട് അവൻ്റെ കൈക്ക് വളരെയേറെ ക്ഷീണമാണ്. അതുമാത്രമല്ല അവിടെയുള്ള വെള്ളത്തിന് ഇപ്പോൾ നല്ലൊരു ഒഴുക്കാണ്. മുകളിലേക്ക് വന്ന ഡാനിന് നീന്താൻ കഴിയുന്നില്ല. അവൻ്റെ കൈ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏമി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ലൈഫ് ജാക്കറ്റ് ഡാനിന് കൂടെയായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ബോട്ടിനരികിലേക്ക് നീന്തി പോകുന്നു. ഈ ഒരു സമയത്ത് തന്നെ അവിടെ ആ ബോട്ടിന് ചുറ്റും വലിയൊരു കാറ്റും മഴയും പെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ അതിജീവിക്കാനുള്ള ചാൻസ് വളരെയേറെ കുറവാണ്. ഇനിയും തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലോ എന്ന ദേഷ്യത്തിൽ ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവരുടെ കണ്ണിൽ വെക്കുന്ന ആ ഒരു ഗോഗിൾസ് എടുത്ത് അവൻ ദേഷ്യത്തോടെ ആ ബോട്ടിൻ്റെ സൈഡിലേക്ക് വലിച്ചടിക്കുകയാണ്. ബോട്ടിൻ്റെ സൈഡിലേക്ക് ദേഷ്യത്തിൽ ആ ഒരു ഗോഗിൾസ് അടിച്ചപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊട്ടി അതിൽ നിന്ന് ചില്ല് മാത്രമാണ് പുറത്തേക്ക് വന്നത്. നല്ല മൂർച്ചയുള്ള ചില ചില്ല് കഷ്ണങ്ങൾ നിലത്തേക്ക് വീണപ്പോൾ അവൻ്റെ കൈയും അറിയാതെ മുറിഞ്ഞുപോയി. അപ്പോഴാണ് ഡാനിന് മറ്റൊരു ഐഡിയ മനസ്സിലേക്ക് വന്നത്. ആ കത്തി തിരയാനായിട്ട് താഴേക്ക് പോയപ്പോൾ അവന് തിരഞ്ഞിട്ടും ആ കത്തി തിരിച്ച് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ പൊട്ടിയ ആ ചില്ല് കഷ്ണങ്ങൾ അത് തന്നെയാണ് ഏക ആശ്രയം. ബോട്ടിലെ സൈഡുകൾക്കിടയിൽ ചെറിയ വിള്ളലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തയിലേക്ക് ഈ ഒരു ഗ്ലാസ് കഷ്ണം കുത്തിവെച്ച് അത്തയിൽ പിടിച്ച് കയറാമെന്ന് ഡാൻ ഒരു ഐഡിയ ഏമിയോട് പറയുകയാണ്. ഡാൻ അങ്ങനെ ആ ഒരു ഗ്ലാസ് കുത്തിവെച്ച് അത്തയിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ നല്ല മുറിവും വരുന്നുണ്ട്. ഡാൻ അങ്ങനെ ഏമിയെ വിളിച്ച് അവൻ്റെ പുറത്തുകൂടെ കയ്യിൽ ചവിട്ടി മുകളിലേക്ക് വലിഞ്ഞു കയറാനായിട്ട് ഡാൻ അവളോട് പറയുകയാണ്. അവളങ്ങനെ പിടിച്ച് മുകളിലേക്ക് കയറാൻ വരുമ്പോഴും അവൾ വഴുതി താഴേക്ക് വീഴുകയാണ്. ആ ഒരു വലിയ മഴയുള്ളത് കൊണ്ട് തന്നെ അവളുടെ കൈ പിന്നീടും സ്ലിപ്പായിട്ട് അവൾ വെള്ളത്തിലേക്ക് വീഴുകയാണ്. പക്ഷേ ഡാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവളോട് പിന്നീടും അവൻ്റെ ദേഹത്ത് ചവിട്ടി ആ കയ്യിൽ ചവിട്ടി വലിഞ്ഞു കയറാനായിട്ട് അവളോട് പറയുന്നു. ഈ തവണ ഒന്നുകൂടെ ഏമി അവൻ്റെ ഷോൾഡറിൽ ചവിട്ടി മുകളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ഡാൻ കുത്തിപ്പിടിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ്സിലായതുകൊണ്ട് അവൻ്റെ കയ്യിൽ നല്ല രീതിയിൽ മുറിവ് വരുന്നുണ്ട്. ഏമി ഓരോ തവണ അവൻ്റെ കയ്യിൽ ചവിട്ടി കയറുമ്പോഴും അവൻ വേദന കൊണ്ട് പൊളഞ്ഞ് കരയുകയാണ്. പക്ഷേ ഈ തവണ കയറിയപ്പോഴും അവളുടെ കൈ പിന്നെയും സ്ലിപ്പായിട്ട് അവൾ വെള്ളത്തിലേക്ക് വിടും. ഏമി അങ്ങനെ സർവ്വശക്തിയും എടുത്ത് ഒരു തവണ കൂടെ അവൻ്റെ ദേഹത്ത് ചവിട്ടി മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. അങ്ങനെ ഈ തവണ ആ ബോട്ടിൻ്റെ സൈഡിലേക്ക് തൂങ്ങിക്കിടക്കാൻ വരെ അവൾക്ക് പറ്റി.
അങ്ങനെ അത്തേൽ പിടിച്ച് അവളെ ബോട്ടിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഈ ഒരു അവസരത്തിൽ ഡാനും ആമിയും വളരെയേറെ സന്തോഷത്തോടെ ആഘോഷിച്ചു. ഇത്രയും നേരം ആർക്കും പറ്റാതിരുന്നത് അവർക്ക് ചെയ്യാൻ പറ്റി. ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഡാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. ഈ സമയം ഒട്ടും വൈകാതെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഡാനിന് കയറി വരാനുള്ള കയറും അതിനുള്ള ലാഡറുമെല്ലാം താഴേക്ക് വലിച്ചിടുകയാണ് ഏമി. അതിനുശേഷം കരയുന്ന തൻ്റെ മകൾ സാറയുടെ അടുത്തേക്ക് അവൾ ഓടിച്ചെന്നു. ഈ സമയത്ത് ആ ഒരു റോപ്പ് വഴി പിടിച്ചു കയറാൻ ശ്രമിക്കുകയാണ് ഡാൻ. അങ്ങനെ കയറുന്നതിനിടയിലാണ് ഡാൻ എന്ന് ചിന്തിച്ചിട്ട് അവിടെ തന്നെ നിന്നുപോയത്. ഡാനിന് മുൻപിൽ 2 ഓപ്ഷനുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നുകിൽ മുകളിലേക്ക് പിടിച്ചു കയറുക, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ മരണപ്പെട്ടതിന് കാരണമായിട്ടുള്ള തന്നെ സ്വയം ശിക്ഷിക്കുക, അതായത് തിരികെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുക. അതുകൊണ്ട് തന്നെ ഡാൻ രണ്ടാമത്തെ ചോയ്സാണ് എടുത്തത്. തൻ്റെ കൂട്ടുകാരൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള തന്നെ സ്വയം ശിക്ഷിക്കുക. അങ്ങനെ ഡാൻ സ്വയം തന്നെ ആ വെള്ളത്തിലേക്ക് തിരികെ എടുത്തു ചാടുകയാണ്. ഇതേസമയം സാറയുടെ അടുത്ത് ചെന്ന ഏമി തൻ്റെ കുഞ്ഞ് സാറേനെ കയ്യിൽ പിടിച്ചെടുക്കുകയാണ്. കുഞ്ഞിനെ അരികിലേക്ക് കിടത്തി വെച്ച് ആ കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഏമി. അവർക്ക് സംഭവിച്ച ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചല്ലോ എന്ന സന്തോഷത്തിലാണ് ഏമി ഇപ്പോൾ. കുറച്ച് കഴിയുമ്പോഴാണ് ഏമി ഒരു കാര്യം ശ്രദ്ധിച്ചത്. വെള്ളത്തിൽ നിന്ന് തിരികെ കയറാനിരുന്ന ഡാൻ ഇതുവരെ ബോട്ടിന് മുകളിൽ എത്തിയിട്ടില്ല. ഏമി അതുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി ബോട്ടിന്റെ ഡിക്കിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവൾ കൊടുത്ത ആ ഒരു ലൈഫ് ജാക്കറ്റ് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. കുറച്ച് അകലേക്ക് നോക്കിയപ്പോൾ ഏമി കണ്ടത് ഡാൻ ബോധമില്ലാതെ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. അകലെ ആ ബോട്ടിൽ നിന്ന് ഡാനിന്റെ പേര് ഉറക്കെ ആമി വിളിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വട്ടത്തിലുള്ള ഒരു ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു കൊടുക്കാനും ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഡാനിൻ്റെ അടുത്തെത്തുകയോ ഡാനിന് കേൾക്കാനോ പറ്റിയിട്ടില്ല. അവർക്കുണ്ടായ ഈ ഒരു അപകടവും സാക്ക് മരിച്ചതു മൂലമുള്ള കുറ്റബോധമാണ് സ്വയം ചാകാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഡാനിനെ എത്തിച്ചതെന്ന് ഏമിക്ക് മനസ്സിലായി. എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഡാൻ മുങ്ങിപ്പോകും. അപ്പോഴാണ് തൻ്റെ അച്ഛൻ മരണപ്പെട്ട ആ ഒരു സംഭവം ഏമി ഓർത്തെടുത്തത്. ഏമി വളരെ ചെറുപ്പത്തിലായിരുന്നപ്പോഴാണ് അവളെ കൺമുൻപിൽ വെച്ച് അവളുടെ അച്ഛൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടത്. അതുമൂലമാണ് വെള്ളത്തിനോടുള്ള പേടിയും ബോട്ടിനോടുള്ള പേടിയുമെല്ലാം അവൾക്കുണ്ടായത്. എന്തായാലും ഇനി അങ്ങനെ ഒരു മരണം ഉണ്ടാകാൻ പാടില്ല. ഏമി അവളുടെ ആ ഒരു പേടിയിലെ മറികടന്ന് ഡാനിനെ രക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഡാനിൻ്റെ അരികിലേക്ക് നീന്തി ചെല്ലുകയാണ്. ഡാൻ പതിയെ ആ വെള്ളത്തിലേക്ക് താണുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏമിയും വെള്ളത്തിനടിയിലേക്ക് നീന്തി ചെന്ന് ഡാനിനെ ആ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തുകയാണ്. ഏമി ആ വെള്ളത്തിലേക്ക് മുങ്ങിത്താണ് അവനെ രക്ഷിക്കാൻ പോയപ്പോഴും ഏമിയുടെ കൺമുൻപിൽ അവൾ പണ്ട് നടന്ന ആ ഒരു ഇൻസിഡന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവളുടെ അച്ഛന് മുങ്ങിത്താണപ്പോൾ അവളും വെള്ളത്തിലേക്ക് മുങ്ങിത്താണു പോയിരുന്നു. അങ്ങനെ മുങ്ങിത്താണ് തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ അവൾ നോക്കിയപ്പോഴും അവൾക്ക് അതിന് സാധിച്ചില്ല. ഏമി ഈ കാര്യങ്ങളെല്ലാം മുൻപിൽ കാണുന്നുണ്ടെങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് ഡാനിനെ രക്ഷിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെയായി. ഡാനിൻ്റെ ആ ബോട്ടിന് തൊട്ടരികിൽ കൂടെ കുറച്ച് മീൻപിടുത്തക്കാർ അവരുടെ ബോട്ടുമായിട്ട് വരികയാണ്. ഡാനിൻ്റെ ആ ഒരു ബോട്ട് വെള്ളത്തിൽ വെറുതെ കിടക്കുന്നത് കണ്ടാണ് അവർക്ക് സംശയം തോന്നിയത്. ആ ബോട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ അവർ വിളിച്ചു ചോദിക്കുകയാണ്. കുറേ നേരം വിളിച്ചിട്ടും ആരും മറുപടി തരാത്തത് കൊണ്ട് ആ ഒരു മീൻപിടുത്തക്കാർ ആ ബോട്ടിൽ നിന്ന് അകലേക്ക് മാറിപ്പോവുകയാണ്. അങ്ങനെ അവർ മാറിപ്പോകാനിരുന്നപ്പോഴാണ് ഏമിയുടെ കുഞ്ഞായിട്ടുള്ള സാറ പെട്ടെന്ന് കരയാൻ തുടങ്ങിയത്. ഏമി അപ്പോഴാണ് ഉണർന്നെഴുന്നേറ്റ് ആ ബോട്ടിൻ്റെ ഡെക്കിലേക്ക് വന്ന് നിന്നത്. അവളങ്ങനെ അകലേക്ക് രക്ഷപ്പെടുത്താൻ വന്ന ആൾക്കാരെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കാലിനരികിൽ നിലത്ത് തലേ ദിവസം രാത്രി അവൾ രക്ഷപ്പെടുത്തിയ ഡാൻ കിടന്നുറങ്ങുകയാണ്. ആ മീൻപിടുത്തക്കാർ അങ്ങ് അകലേക്ക് മറിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അവരെ തിരിച്ചു വിളിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നിരുന്നാലും അവർ രണ്ടുപേരും രക്ഷപ്പെട്ടതുകൊണ്ട് തിരിച്ച് അവരുടെ ബോട്ടിൽ തന്നെ അവർ തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു പാർട്ടി കൂടാൻ വന്ന ആ 6 പേരിൽ വെറും 2 പേരും എമിയുടെ മകളായിട്ടുള്ള സാറയും മാത്രമാണ് അതിജീവിച്ചത്. ബാക്കിയുണ്ടായിരുന്ന 4 പേരും അതിദാരുണമായി ആ കടലിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു.